ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടൊരു വീഡിയോ ഇടുന്നത്. ഒക്കെ ലൈവായിട്ട് അങ്ങനെ കൊടുക്കലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മളിന്ന് കുറച്ച് വിറകുണ്ടായിരുന്നു, അത് ഇപ്പോൾ കൊടുന്ന് ഇട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് കൊടുന്ന് ഇറക്കിയിട്ട് അപ്പോൾ അത് മഴ 2-3 ദിവസം മഴയൊക്കെ കൊണ്ടപ്പോൾ അങ്ങനെ ചെതൽ പിടിക്കുന്ന ഒരവസ്ഥയിൽ ചിലത് ഉണങ്ങിയ കൊമ്പുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ എത്തിയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാ ശനിയും ഞായറും ഇങ്ങനെ വിചാരിക്കും മക്കളേറ്റും ഇങ്ങനെ ശരിയാക്കി വെക്കണമെന്ന്. പക്ഷേ ഹനുസ്മോന് സ്പെഷ്യൽ ക്ലാസ് മദ്രസ ഉണ്ടാവും, പിന്നെ ഒരു ദിവസമൊക്കെ ലീവ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞായർ ഏതെങ്കിലും. അപ്പോൾ പിന്നെ എന്തെങ്കിലും തിരക്കിലൊക്കെ വിടും, ചിലപ്പോൾ കല്യാണങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഞാനൊരു ചതിൽ കണ്ടേക്കണം. ഞാൻ പുതപ്പ് ഇടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ വിറക് ചതിലൊടിച്ച് കണ്ടിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ആകെ മനസ്സിന് സങ്കടമായിട്ടോ, കാരണം നല്ല ചതിലുണ്ടായിരുന്നു കേട്ടോ ഒരു കെട്ടുമ്പോൾ. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ അടിയിൽ കുറച്ച് ഉണങ്ങിയ വിറക് ഹനൂസ് വേറെ കൂടിനിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചതിലൊടിച്ചതാണ്. അപ്പോൾ പിറ്റേ ദിവസം ഏതായാലും ശനിയായിരുന്നു, ഞാൻ വെള്ളിയാഴ്ചയാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനന്ന് ഹനൂസിന് മദ്രസയിലാണ് കണ്ടപ്പോൾ ഹനൂസ്മോൻ പിന്നെ ഒരു സുഖം തരൂല കേട്ടോ. വിറകെടുത്തേക്കല്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ തുള്ളിച്ചാടും. അപ്പോൾ എന്താ അത്രയും ടൈം ഇപ്പോൾ ഞാൻ വായിക്കാൻ പറയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ വായിച്ചോ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഏതായാലും ഓനാണ് എന്നതിന് കൂടി ഇറക്കി വിട്ടത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഏതായാലും ശനിയാഴ്ച മക്കൾക്ക് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ മദ്രസ ഉണ്ട്, സ്കൂളില്ല. അപ്പോൾ റിനു അടിക്കലും തുടക്കലും ഒക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നേരെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. ഹനുസ്മോനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. ഇതിന് ആരെങ്കിലും ഒരാൾ ഉഷാറായിട്ട് ഇറങ്ങിയാലേ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ, ഒരു ഉഷാറുണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ റിനു പൊളിഞ്ഞാടൂടാ അങ്ങോട്ട് ഇറങ്ങ്. അതൊരു ജസ്റ്റ് നമ്മളൊരു ഇത് വേണ്ടി വരും, കണക്കാക്കേണ്ടി വരും, അതായിരിക്കും. എന്നോട് ഉസ്താദ് ആരെ പഠിക്കാൻ പറഞ്ഞ് ഇജ്ജ് പഠിച്ചാൻ പറഞ്ഞ പുസ്തകം ഓതാൻ വിമാന ടീച്ചർ പറഞ്ഞിക്കണ പഠിക്കാന്? എപ്പോഴാ പറഞ്ഞ്? അംഗനവാടിന്നോ? ഏതൊക്കെയാ പഠിക്കാൻ പറഞ്ഞ്? എന്തോടെ ചാടിയതാ തോന്നുന്നു. ബുക്ക് ഫുള്ള് വായിക്കാൻ പറഞ്ഞിക്കണ ഒക്കെ പടിഞ്ഞാലിറ്റാ എന്താടി ഞാൻ വായിച്ചൂടി ഞാൻ കേക്കട്ടെ എന്റെ കുട്ടി വായിക്കണ്. എന്ത് സാമ്പാർ പോയി ഉള്ളൊക്കെ പോക്കൂ മറികണി എണീച്ചെന്നോ വിറക് വെച്ചിട്ട് എങ്ങനെ കേറിച്ച്? അപ്പൊ ഇതിന് മേൽക്കാവൂല. വിറക് വെച്ചിട്ട് കയറാൻ സമ്മതിക്കോന്ന്? വിറക് വെച്ചിട്ടൊന്നും കയറാൻ സമ്മതിക്കൂല. വിളിച്ച സമ്മതിച്ചോണ്ട് ഇനി ഇറങ്ങ. എന്തിന് കൊള്ളി തരിക? വിറകോ? വിറകൊക്കെ എത്തിട്ടാലിയ വിറകെടുത്തെടുത്തോളി. ഞാൻ അന്നോട് മിഞ്ഞ ഇവിടെ ഗ്യാസുകൾക്ക് ഒരു പാത്രം എടുത്തുറന്ന 3-4 പച്ചമുളകും അത് ചൂടാ. അതപ്പോൾ ഓനെ കാത്തുനിട്ടുണ്ടെങ്കിൽ ഇവിടെ മറ്റുള്ള പൈസ ചാവുള്ളൂ. 4 മുളക് കൊടുത്ത കുണ്ടൻ പാത്രവും
അതിനാണ് ചെലവ് ചോറും കഞ്ഞിന്ന് സ്പൂണല്ല പറഞ്ഞേ 4 മുളക് ചുടണം എന്നാലേ രസം ഉണ്ടാവുള്ളൂ. മുളക് ചുട്ട് കുറുക്കാപ്പിയും ചുട്ടാ ഇത് കത്തൂല. കത്തണ ഗ്യാസൊക്കെ ഉണ്ടായി നമ്മക്ക് പോയി. ആര് അനക്കങ്ങനെ കിട്ടുക? കുരു കുരു പൊന്തി പൊന്തി പട്ടിടാൻ പാടില്ല. അപ്പൊ ഈ സൂചി വെച്ചാ കാണാലോ ഡോക്ടർ വട്ടിട്ട് വരുന്നേ. ഇത് സൂചി വെച്ചിട്ടുള്ള വട്ടല്ല, ഇത് മുറിമ വട്ടിട്ടല്ല. വലിയ മുറി ആവണം എന്ന് അറിഞ്ഞിക്കാണ്ട്. വാരി കൊടുക്കുന്നത് ഇഷ്ടം, വാരി തരുന്നത് ഇഷ്ടം. എനിക്ക് തിന്നാ തരാൻ പറ്റില്ല. തിരുത്തോളാം. ഞാൻ തീ കറിഞ്ഞിട്ട് വേവണം. പൊന്നിച്ചേട്ടനാളാ എന്തായാലും വാരി ഡിഷില്ലാതെ പൊന്നണം. ഇത് ആ പുള്ളിട്ടാ കടല്ല. കാണുണ്ടാക്കണ ടീച്ചർമാര് കറി കൊണ്ടുവരും പോലെ. എന്തൊരു കളറല്ലേ തക്കാളി. കളറ് കൂട്ടുന്നു.